ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി സ്റ്റോറിൽ നിന്നും പണം മോഷ്ടിച്ചിരുന്നത് വേറെ ആരുമല്ല ഉദയഭാനുവാണെന്ന് തെളിവ് സഹിതം ദേവമംഗലത്ത് എല്ലാവരെയും ആനന്ദ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഉദയഭാനു ദേവമംഗലത്ത് വരുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാട്ടോ. അപ്പം കാര്യങ്ങളൊന്നും അറിയാതെ ഉദയഭാനു വീട്ടിലേക്ക് കയറി വരുന്നത്, ബാലൻ ഇവിടെ ഉണ്ടായിരുന്നോ? ആനന്ദ് മോൻ വിളിച്ചെന്നോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ സിംഗപ്പൂരിന് പോകാൻ നിൽക്കുമായിരുന്നു. ഫ്ലൈറ്റ് മിസ്സായി പോയി. അതിലും അത്യാവശ്യമാണല്ലോ. ദേവമംഗലത്ത് നിന്ന് ആരെങ്കിലും വിളിച്ചാൽ ഞാൻ എങ്ങനെ വരാതിരിക്കും എന്ന് പറയാം. ഇത്തവണ ശ്രീകലയും കൂടെയുണ്ട്. അതേ ഗോമതി, ബാലൻ വിളിച്ചത് കേട്ടപ്പോൾ തന്നെ ഈ ഉദയേട്ടൻ അങ്ങ് ആദ്യമായി. ഞാൻ പറഞ്ഞതാ, വലിയ കാര്യമൊന്നും കാണില്ല, സിംഗപ്പൂരിന് പോയിക്കോ, തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. പക്ഷേ ഈ ഉദയേട്ടൻ കേൾക്കണ്ടേ? ബാലനെ കണ്ടാലേ സമാധാനമാകൂന്നും പറഞ്ഞ് പിടിയാലേ എന്നെയായിട്ട് ഇങ്ങോട്ട് പോകുന്നതാ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ സംസാരമൊക്കെ കേൾക്കുമ്പം ബാലനാണെങ്കിൽ കൈ ധരിക്കുക. ഉദയഭാനുവിൻ്റെ ചെകിട നോക്കി ഒരെണ്ണം കൊടുക്കാനാണ് തോന്നുന്നത്. പക്ഷെ കരഞ്ഞുകൊണ്ട് നിസ്സഹായയോടെ തന്നെ നോക്കുന്ന ദേവിയെ കാണുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ബാലന് നിൽക്കുകയാണേ. ആനന്ദ് പറയും, തൻ്റെ ഭാര്യയുടെയും നാടകാഭിനയൊന്നും ഇനി ഇവിടെ കാഴ്ചവെക്കണമെന്നില്ല. തന്നെ പറ്റിയുള്ള സകല സത്യങ്ങളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. എന്നെ പറ്റിയുള്ള എന്ത് സത്യങ്ങൾ ആനന്ദ് മോനെ എന്ന് പറയാൻ കേട്ടോ. ഉദയഭാനുവിന് നല്ല ഭയം തോന്നുന്നുണ്ട്. ആനന്ദെല്ലാം വിളിച്ചു പറഞ്ഞോ? ദേവിയുടെ കരച്ചിലൊക്കെ കൂടി കാണുമ്പം എന്തോ തകരാറുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണേ. പെട്ടെന്ന് നമ്മുടെ ബാലനാണെങ്കിൽ ആനന്ദ് കാണിച്ച ആ വീഡിയോ ഉദയഭാനുവിനെ കാണിച്ചു കൊടുക്കുക. എന്താ ഇതിനർത്ഥം എന്ന് ചോദിക്കുക. അയ്യോ ബാല, ഇത് എന്താ നിങ്ങളല്ലെന്ന് പറയാനും പോവാണോ എന്ന് ചോദിക്കുക. അത് പിന്നെ എന്നും പറഞ്ഞ് എന്ത് പറയണമെന്നറിയാതെ ഉദയഭാനു നിൽക്കുകയാണ്. പെട്ടെന്ന് ശ്രീകലയും ആ ദൃശ്യത്തിലേക്ക് എത്തി നോക്കുവാണ്. അയ്യോ, ഉദയേട്ടനെ പോലെ തന്നെയുള്ള ഒരാളല്ലേ, ഇതെന്താ സംഭവം എന്ന് ചോദിക്കുക. ഒന്നും അറിയാത്തതുപോലെ. അത് കേൾക്കുന്ന ദേവി പറയും, ഇത് ഗോമതി സ്റ്റോറിൽ നിന്നും അച്ഛൻ പണം മോഷ്ടിക്കുന്ന ദൃശ്യമാണ് എന്ന് കരഞ്ഞോണ്ട് പറയാം. മോളെ ദേവി, നീ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ അച്ഛൻ എന്തിനാ ഗോമതി സ്റ്റോറിൽ നിന്നും പണം മോഷ്ടിക്കുന്നത്? ഇത് ഉദയേട്ടനെ പോലെയുള്ള മറ്റാരോ ആണെന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് ബാലൻ ചോദിക്കും, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മണ്ടനായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അപ്പം ശ്രീകലയും ഉദയഭാനും തല താഴ്ത്തി നിൽക്കുക. അത് പിന്നെ ബാല, ഇവള് ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നതാ. ഇത് ഞാൻ തന്നെയാ, നമ്മുടെ സ്വന്തം കടയല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ വന്നപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമായിരുന്നു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ കടയല്ലേ എന്ന് ഓർത്ത് കുറച്ച് പണം എടുത്തു. അതിനെന്നെ കള്ളനാക്കണോ? കോടീശ്വരനായിട്ടുള്ള ഈ ഉദയഭാനുവിന് പണം മോഷ്ടിക്കേണ്ട എന്താവശ്യമുള്ളത്? ബാലൻ തന്നെ പറഞ്ഞിട്ടില്ലേ ഗോമതി സ്റ്റോർ നമ്മുടെ എല്ലാവരുടെയും ആണെന്ന്, അതുകൊണ്ടാട്ടോ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ബാലൻ പറയും, താൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഞാൻ ഒരു പൊട്ടനും മണ്ടനുമാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഞാൻ മറ്റുള്ളവരെ പറ്റിച്ചല്ല ജീവിക്കുന്നത്. ഒരാളെ നേർ കണ്ട അയാളെ എനിക്ക് വിശ്വാസമാണ്. അങ്ങനെ മനുഷ്യനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവനാ ഈ ഞാൻ. ആ വിശ്വാസത്തിനാ താൻ ഇന്ന് വിള്ളലി വരുത്തിയിരിക്കുന്നത്. താനും തൻ്റെ കുടുംബവും എന്തൊക്കെ കള്ളത്തരങ്ങളാണോ ഞങ്ങളോട് ചെയ്തത്? ഇത്രയധികം ചതി ചെയ്യാൻ മാത്രം എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ബാലൻ ചോദിക്കുകയാണ്. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം കൈവിട്ട് പോയിട്ടുണ്ടെന്ന് ഉദയഭാനുവിന് മനസ്സിലാക്കുക. എന്തിനാടോ താൻ ഈ കോലം കെട്ടി ഇങ്ങോട്ട് കയറി വരുന്നത്? തൻ്റെ മകളോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യമില്ല. താനും തൻ്റെ ഭാര്യയും പറയുന്നതനുസരിച്ച് ഓരോരോ കള്ളത്തരങ്ങൾക്ക് ആ കുട്ടിക്കും കൂടി കൂട്ടു നിൽക്കേണ്ടി വന്നു. അതിനതിൻ്റെ സങ്കടവും പശ്ചാത്താപവും ഒക്കെ ആവോളം ഉണ്ട്. താനും തന്നെ പോലൊരു അച്ഛനുണ്ടായിപ്പോയത് അതിൻ്റെ തെറ്റല്ലല്ലോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ആനന്ദ് പറയും, അച്ഛൻ ആരെയും ന്യായീകരിക്കേണ്ട, എല്ലാവരും ഒന്നിനൊന്നും മെച്ചവാ. പണവും സമ്പത്തും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതും പോലെ എന്നിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, നാണമില്ലാത്ത കൂട്ടര് എന്ന് പറയാണ്. അത് കേൾക്കുന്ന ബാലൻ പറയും, ആനന്ദേ ഞാൻ സംസാരിക്കുന്നുണ്ട്, നീ അവിടെ മിണ്ടാതെ നിൽക്കുക എന്ന് പറയാണ് കേട്ടോ. അപ്പം ദേവിയുടെ അവസ്ഥ കണ്ടിട്ടാണ് ആനന്ദിനെ സംസാരിക്കുന്നതിൽ നിന്ന് ബാലൻ തടയുന്നത്. അപ്പം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കുന്ന ഉദയഭാനു, ബാല ക്ഷമിക്കണം, വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ്. സ്വന്തം മോള് നല്ലൊരു കുടുംബത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നത് കാണാനല്ലേ ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കത്തുള്ളൂ. ഞങ്ങളും അങ്ങനെ ആഗ്രഹിച്ചു പോയി. ദേവമംഗലം ഒരു സ്വർഗമാണെന്ന ദേവിമോൾ എപ്പോഴും പറയുക. ആ സ്വർഗത്തിലൊരു അംഗമായി എൻ്റെ മോളെ ജീവിക്കാൻ വേണ്ടി ചെറിയ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയാം. ചെറിയ കള്ളത്തരങ്ങളോ? ഒരു കുടുംബത്തെ മുഴുവനും പറ്റിച്ച് താൻ ഒരു കല്യാണം നടത്തിയതാണോടോ ചെറിയ കള്ളത്തരങ്ങൾ? അതിന് ശേഷമെങ്കിലും തനിക്ക് സത്യം എന്നോട് പറയായിരുന്നല്ലോ. പക്ഷേ താൻ വീണ്ടും വീണ്ടും എൻ്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടേയിരുന്നു. എന്നെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് താനും തൻ്റെ കുടുംബവും കരുതിയല്ലേ താൻ ഓരോന്നൊക്കെ പറഞ്ഞപ്പം വിശ്വസിച്ചത്? തന്നോടുള്ള എൻ്റെ വിശ്വാസം കൊണ്ടാണോ, അല്ലാതെ തന്നെപ്പോലെ മറ്റുള്ളവരെ ചതിച്ചും വന്ദിച്ചും അല്ല ഈ ബാലൻ ഇന്ന് വരെ ജീവിച്ചത് എന്ന് പറയാം. എൻ്റെ മുന്നിൽ നിന്ന് ഒരക്ഷരം താനിനി മിണ്ടിയാൽ എൻ്റെ കൈ തൻ്റെ കവളത്തായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ഉദയഭാനുവാണ് എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുക. പെട്ടെന്ന്
ശ്രീകല പറയും, ബാല, ദയവ് ചെയ്ത് ഞങ്ങളുടെ മോളെ ദേഷ്യം കാണിക്കരുത്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനും ഉദയേട്ടനും ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാ, അവൾ എപ്പോഴും ഞങ്ങളെ എതിർക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവളൊരു പാവവാ, അവളെ ഉപേക്ഷിക്കല്ലേ എന്ന് ആനന്ദമോനോട് പറയണേ എന്ന് പറയണേ കേട്ടോ. അപ്പം ദേവിയാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ പോലും കഴിയാതെ അത്രയധികം എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ട് തല കുനിച്ചാണ് നിൽക്കുന്നത്. താൻ അത്രയേറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഗോമതി അങ്ങോട്ട് വന്നിട്ട് പറയാണ്, എന്തിൻ്റെ പേരിൽ ഇനി നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കും? ഇവൾക്ക് ഞങ്ങളോട് എപ്പോഴെങ്കിലും സത്യങ്ങൾ തുറന്നു പറയായിരുന്നല്ലോ. ദേവി ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളുകളായി? കല്യാണം നടന്നത് ഇവളുടെ അച്ഛനും അമ്മയും നിർബന്ധിച്ച് കള്ളത്തരങ്ങൾ പറയിപ്പിച്ചതാണെന്ന് കരുതാം, പക്ഷെ അതിനുശേഷം എത്ര അവസരങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ കുടുംബത്തിലെ അമ്മായിമ്മമാര് പെരുമാറുന്നത് പോലാണോ ഞാൻ ഇവളോട് പെരുമാറുന്നത്? എൻ്റെ മൂത്ത മകൾ, അങ്ങനെ മാത്രമേ ദേവിയെ ഞാൻ ഈ നിമിഷം വരെയും കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരമ്മയോടുള്ള സ്നേഹമൊന്നും ഇവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഇന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും വലിയ ചതി ഞങ്ങളോട് ഇവള് ചെയ്തുകൊണ്ടിരിക്കില്ലായിരുന്നു. ഒരു തവണയെങ്കിലും ഇവക്ക് സത്യം ഞങ്ങളെ ബോധിപ്പിക്കായിരുന്നു. ഇപ്പൊ പോലും ദേവിയുടെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞിട്ടല്ല എനിക്കും ബാലേട്ടനും ഇത്രയധികം വേദന. ഞങ്ങളിൽ നിന്ന് ദേവി കൂടി സത്യങ്ങൾ മറച്ചു വെച്ചല്ലോ എന്നോർത്താന്ന് പറയേ. അത് കേൾക്കുന്ന ദേവി ഗോമതിയുടെ ബാലന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കാണ്. എന്നോട് ക്ഷമിക്കണം ബാലച്ച, അമ്മ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് കരുതിയല്ല, സത്യങ്ങൾ ഓരോന്നും പറയണമെന്ന് ഞാൻ എപ്പോഴും കരുതുന്നതാ. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ എന്നുള്ള പേടി. ഇതൊക്കെ കൊണ്ടാ സത്യങ്ങൾ ഞാൻ ഒളിച്ചു വെച്ചത്, അല്ലാതെ ഒരിക്കലും എൻ്റെ ബാലച്ചനെയോ അമ്മയോ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, എൻ്റെ ഗതികേട് കൊണ്ടാ എന്ന് പറഞ്ഞാൽ ദേവി അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. അപ്പോൾ ദേവിയുടെ ആ കരച്ചിലും കണ്ണുനീരും കാണുമ്പം ഗോമതിയുടെ മനസ്സലിയുന്നുണ്ട്. ബാലന് സങ്കടം വരുന്നുണ്ട്. ദേവി ദേവമംഗലത്തിന് പറ്റിയ മരുമകൾ തന്നെയായിരുന്നു. ആ കുടുംബത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും താങ്ങായി നിന്ന ആൾ തന്നെയാണ്. ആ ഒരു സ്നേഹവും മൂത്ത മരുമകൾ എന്നുള്ളൊരു പരിഗണനയുമൊക്കെ നമ്മുടെ ദേവിയുടെ ബാലൻ്റെയും ഗോമതിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ സ്നേഹം അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ലല്ലോ. പക്ഷെ ഉദയഭാനുവിനോട് ക്ഷമിക്കാൻ ബാലനിന് ഒരിക്കലും സാധിക്കില്ല എന്ന് ബാലൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിക്കാണ്. താൻ ഒരുപാട് ചതികൾ ചെയ്തു, തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. ഇത്രയധികം വിശ്വാസവഞ്ചനയും ചതിയും ചെയ്ത് ഒരു കല്യാണം നടത്തിയതിന്. പക്ഷെ അത് ചെയ്യാത്തത് ഈ നിൽക്കുന്ന ദേവിമോളെ ഓർത്തു മാത്രമാണ്. ഈ നിമിഷം താനും തൻ്റെ കുടുംബവും ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇനി ഒരിക്കലും ദേവമംഗലത്തിന്റെ പടി കയറരുത് എന്ന് പറയാൻ കേട്ടോ. താൻ ഇനിയും ദേവമംഗലത്ത് നിൽക്കുന്നത് ഒട്ടും നല്ലതല്ല എന്ന് ദേവിക്കും ബോധ്യപ്പെടുക. അപ്പോൾ ആനന്ദ് പറയും, ഇനി എന്തിനാ ഇവളെ മാത്രം ഇവിടെ പിടിച്ചു നിൽക്കുന്നത്? ഇവളെപ്പോലൊരു ഭാര്യയെ എനിക്ക് വേണ്ട. ഇത്രയും ചതിയും വഞ്ചനയും കൂടപ്പിറപ്പായിട്ടുള്ള ഇവള് ഇനി വേണമെങ്കിൽ എന്നെ കൊല്ലാനും മടിക്കില്ല എന്ന് ആനന്ദ് വിളിച്ചു പറയാണ്. അത് കേൾക്കുന്ന ദേവി ആനന്ദിന്റെ കാലിലോട്ട് വീഴുക. എന്തൊക്കെ ആനന്ദേട്ട ഈ പറയുന്നത്? എൻ്റെ ആനന്ദേട്ടനെ ഞാൻ കൊല്ലുമെന്നോ? കള്ളങ്ങൾ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആനന്ദേട്ടനും അത് അറിയാവുന്നതല്ലേ. എൻ്റെ നിവൃത്തി കേടുകൊണ്ടാ എന്നും കരുതി ഇങ്ങനത്തെ കടുത്ത വാക്കുകളൊന്നും പറയല്ലേ ആനന്ദേട്ട എന്ന് പറയാണ്. വേണ്ടടി, നിന്റെ ഈ പൂങ്കണ്ണീരിൽ ഇനി ഒരിക്കലും ഞാൻ വീടില്ല. നിന്റെ കൂടി ഒരു ജീവിതം അതെനിക്കിനി ഒരിക്കലും സാധ്യവുമല്ല എന്ന് ആനന്ദ് തീർത്തു പറയാണ് കേട്ടോ. അപ്പോൾ ആനന്ദിൻ്റെ ആ വാശിയുടെ പുറത്ത് എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ബാലനും ഗോമതിയും നിൽക്കുക. പെട്ടെന്ന് ബാലൻ പറയും, ആനന്ദേ, ദേവി ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാം. ഇല്ലച്ചാ, ഇവൾ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിന്നാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാകില്ല എന്ന് ആനന്ദ് തീർത്തു പറയാണ്. അച്ഛന് വലുത് ഇവളാണോ അതോ ഞാനാണോ എന്ന് ഇപ്പം തീരുമാനിക്കാം. എന്നെ ചതിക്കാനും വഞ്ചിക്കാനും മടിയില്ലാത്ത ഒരു ഭാര്യയുടെ കൂടെ എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ജീവിക്കേണ്ടത്? ഓരോ ചതികൾ ഇവൾ ചെയ്യുമ്പോഴും ഇവളും ഇവളുടെ കുടുംബവും ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് ഞാൻ കരുതും. പക്ഷെ ഓരോ തവണയും അവർ വീണ്ടും വീണ്ടും എന്നെ വഞ്ചിക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആനന്ദ് പറയണം കേട്ടോ. അപ്പോൾ തൻ്റെ ആനന്ദേട്ടന് തന്നെ വേണ്ട എന്ന് മനസ്സിലാക്കുന്ന ദേവിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ലേ. അപ്പം ഗോമതിയാണെങ്കിലും മിണ്ടാതെ നിൽക്കുകയാണ്. ആരും തനിക്ക് വേണ്ടി ഒരു വാക്കുപോലും പറയുന്നില്ലല്ലോ എന്നുള്ള വേദന ദേവിയെ വേട്ടയാടുകയാണ്. പെട്ടെന്ന് ശ്രീകല ഗോമതിയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുക. ഗോമതി, നീയും ഒരു പെൺകുട്ടിയുടെ അമ്മയല്ലേ? എൻ്റെ മകളെ ഇങ്ങനെ അടിച്ചിറക്കരുതേ. എൻ്റെ മോളെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇളയ മകളുടെ കല്യാണം പോലും മുടങ്ങും. അവളുടെ വിവാഹം ഏകദേശം തീരുമാനത്തിലായിരിക്കുക എന്ന് പറയാണ്. അത് കേൾക്കുന്ന ബാലൻ ചോദിക്കും, ഇനി ആരെ പറ്റിച്ചാ താൻ ആ കല്യാണം നടത്താൻ പോകുന്നത്? ഞങ്ങളെപ്പോലെ ഏതോ ഹതഭാഗ്യരായ വീട്ടുകാര് തൻ്റെ വലയിൽ വീണ്ടും വന്ന് പെട്ടിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനി നിങ്ങൾ തൻ്റെ മുഖം പോലും എനിക്ക് കാണണ്ട, ഇറങ്ങിക്കോണം ഈ നിമിഷം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ദേവിയും ബാഗുമായിട്ട് വരികയാണേ. അപ്പോൾ ദേവിയെ തടഞ്ഞു നിർത്തണമെന്ന് ബാലനും ഗോമതിക്കും ഉണ്ടെങ്കിലും ആനന്ദ് അങ്ങനെ തന്നെ തീരുമാനം എടുക്കുന്നത് കൊണ്ട് അവർ മിണ്ടാതെ നിൽക്കുകയാണ്. തൽക്കാലം ദേവി പോകട്ടെ, ആനന്ദിൻ്റെ മനസ്സ് ഒന്ന് ശാന്തമായതിനു ശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ദേവിയെ തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് ഗോമതിയും ബാലനും നിൽക്കുന്നത്.
നിൽക്കുന്നത്. പക്ഷെ ദേവിക്ക് ആണെങ്കിൽ ദേവമംഗലത്ത് നിന്ന് പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല കേട്ടോ. പക്ഷെ ഇനിയും താനിവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് ദേവിക്ക് മനസ്സിലാകാണ്. തന്നെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നോക്കിയിരുന്നവരുടെ മുന്നിൽ തന്നെ വെറുപ്പോടെ നോക്കുന്നത് ദേവിക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ബാഗ് എടുത്ത് അച്ഛൻ്റെ കൂടെ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പം ശ്രീകല ദേവിയോട് പറയും, മോളെ നീ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും മോളെ എന്നും പറഞ്ഞ് നിർബന്ധിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. അപ്പോൾ